സോ ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ ഫിസിക്സിൽ എങ്ങനെയാണ് ഏകദേശം ഒരു 180 സ്കോറിലോട്ട് നിങ്ങൾ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഈ ഒരു ട്രിക്ക് ഞാൻ എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഉപയോഗിച്ച ഓരോ മെത്തേഡുകളാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 0 ബേസിലാണ്. ഓക്കെ, എനിക്ക് ഒരു ബേസും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ കോൺസെപ്റ്റ് ഞാനൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു സ്കോറിലോട്ട് നീറ്റിൽ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചത്. ഓക്കെ, തീർച്ചയായിട്ടും ഫിസിക്സ് തന്നെയാണ് നീറ്റിൽ റാങ്ക് ഡിറ്റർമിനിങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. സോ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മെഡിക്കൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ, അതായത് മഞ്ചേരിയിൽ ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് മെഡിക്കൽ വ്ളോഗ്സുകളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ അതൊന്നും മിസ്സാക്കാതിരിക്കുക. ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരുപാട് നീറ്റ് മോട്ടിവേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, റെഡി. സോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബേസും ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല, അതുപോലെ തന്നെ ക്ലാസ് മനസ്സിലാവില്ല, ഫിസിക്സിൻ്റെ ക്ലാസ് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, റെഡി. സോ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. റെഡി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഹൗ ടു സ്റ്റാർട്ട് ഇഫ് യു ഹാവ് നോ ബേസ്. നിങ്ങൾക്കൊരു ബേസും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. അതായത് ഐ സ്റ്റാർട്ടഡ് വിത്ത് 0 ബേസ്. എനിക്ക് വീക്ക്ലി എക്സാമിന് 0 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 0 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എവിഡൻസ് ഒക്കെ ഞാൻ വേറെ ഒരു വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വരും വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. 0 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഫിസിക്സിൽ, കെമിസ്ട്രിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ബയോളജി 0 മാർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, സോ പിന്നെ ഒരു വീക്കിലി എക്സാമിന് എനിക്ക് നെഗറ്റീവ് വരെ വന്നിട്ടുണ്ട്. 0ൻ്റെ താഴെ നെഗറ്റീവ് വരെ വന്നിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അങ്ങനെയായിരുന്നു ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് റെഡിയാക്കിയത്. ഓക്കെ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. സോ ഏതൊക്കെ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതെന്ന് എന്ത് ചെയ്യാം, ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യാം, ബേസിക്സ് റെഡിയാക്കുക. ബേസിക്സ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഈ 1/25 എങ്ങനെ മൾട്ടിപ്ലൈ, ഇതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ വേറെ കാര്യം 2/, ഒരു എന്താ പറയുക 8, 2/, വേണ്ട, ഒരു 1/5, ഇങ്ങനത്തെ ഒരുപാട് കാര്യം. ഇതൊക്കെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ റെഡി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് അറിയില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ എന്ത് ചെയ്യും, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഷോർട്ട് ബേസ് റെഡിയാക്കേണ്ട വീഡിയോസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും അപ്ലോഡ് ചെയ്യും. ഓക്കെ, റെഡി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് റെഡിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ റെഡിയാക്കേണ്ടത്, പിന്നെ നല്ലൊരു ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബേസ് ചാപ്റ്റർ പഠിക്കണം. അതായത് 1 ഡയമെൻഷൻ മോഷൻ പഠിക്കണം. 1 ഡയമെൻഷൻ മോഷൻ പഠിച്ചാൽ 2 ഡയമെൻഷൻ റെഡി ആവുക. സോ അതാണ് ബേസ് ചാപ്റ്റർ. അത് ബേസ് ചാപ്റ്റർ റെഡിയാക്കണം. പിന്നെ 2 ഡയമെൻഷൻ മോഷൻ പഠിച്ചു. അതിനുശേഷം നിങ്ങൾ 2 ഡയമെൻഷൻ മോഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ആ 2 ഡയമെൻഷൻ്റെ മോഷൻ്റെ ആ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു മാപ്പ് എന്ന് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പുതിയൊരു ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം പേജാണ് ഇത്. തീർച്ചയായിട്ടും നീറ്റ് ആസ്പിറൻസിനെ മാത്രം എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കയറിയിട്ട് ഫോളോ ചെയ്താണ് ID എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, റെഡി. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞതാണ്. അതായത് നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത്. ഇതാണ് ടെലഗ്രാം ചാനൽ. ഏകദേശം 4.1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതാണ് വാട്സപ്പ് ചാനൽ. ഒരുപാട് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടെലഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ ഏകദേശം 281 ഇതാണ് ഇതിന് കിട്ടിയത്. പിന്നെ ടെലഗ്രാമിലാണ് 48% ഈ ഒരു കണ്ടന്റ് കൂടുതൽ പേര് സജസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അടുത്ത വീഡിയോ ഈ ഒരു വീഡിയോ ആയിരിക്കും, മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ റെഡി. സോ തീർച്ചയായിട്ടും അതൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷോർട്ട് നോട്ടുകളൊക്കെ ലഭിക്കുന്നതാണ്. റെഡി, കണ്ടന്റിലോട്ട് പോവാം. ഓക്കെ, ഈ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ഡീലായിട്ട് പറഞ്ഞ് വീഡിയോ തീർക്കും. ഓക്കെ, Day 1, നിങ്ങൾ ഒന്നും പഠിക്കാത്തൊരു സ്റ്റുഡൻറ്റ്, 0 ലെവലിലുള്ള സ്റ്റുഡൻ്റ് ആണെന്നുള്ള ധാരണയിൽ ഈ വീഡിയോ കാണാം. ഓക്കെ, Day 1. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, Day 1 നിങ്ങളിപ്പോൾ ക്ലാസ് കേട്ടു. രാവിലെ ഒരു 7 മണി 8 മണിക്കൊക്കെ ഇരുന്നു ഫിസിക്സിൻ്റെ ക്ലാസ് കേട്ടു. ഓക്കെ,
ക്ലാസ് കേട്ടു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് 3 സെഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് കെമിസ്ട്രിയും ബയോളജിയും കേട്ട് തീർത്തു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫിസിക്സ് പഠിക്കാമെന്ന് വിചാരിക്കും. ഫിസിക്സ് ക്ലാസ് കേട്ടു, ഓക്കെ റെഡി. ക്ലാസ് കേട്ടു, ക്ലാസ് കേട്ടു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി അപ്പം തന്നെ, അതായത് ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ വിത്തിൻ 4 hours അല്ലെങ്കിൽ വിത്തിൻ 2 hours ഉള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് എന്തിനാണ്? ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച മെത്തേഡാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. ഇത് നിങ്ങളുടെ മെന്റേഴ്സ് ഒന്നും ഇതൊന്നും അവർക്കൊന്നും അറിയില്ല. ഓക്കെ, ഇതൊക്കെ നീറ്റിന് പഠിച്ച സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നീറ്റിന് പഠിച്ച് സ്റ്റുഡൻസിന് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ ഒരു ട്രിക്ക്. അതായത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ക്ലാസ് നമ്മൾ കേൾക്കും, നോട്ട് ചെയ്തും, അത് ഒരു എന്താ പറയുക ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അത് അപ്പം തന്നെ നമ്മൾ പ്രോബ്ലംസിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് എന്നെ റിപ്പീറ്റ് സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ 4 hours ഫിസിക്സ് ചെയ്യുക. അപ്പോൾ അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിസിക്സ് പ്രോബ്ലം ചെയ്യുക, പിന്നെ കെമിസ്ട്രിക്കും ബയോളജിക്കും ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ വാച്ച് ക്ലാസ്, ഡു പ്രോബ്ലംസ് വിത്തിൻ 4 hours, ഡു ഓൺലി ടോപ്പിക് വൈസ് ബുക്സ്. അതായത് ടോപ്പിക് വൈസ് ബുക്സ് മാത്രം ചെയ്യുക. അത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തരുന്ന ബുക്ക് ചിലപ്പോൾ ഷഫിൾ ചെയ്തിട്ടുള്ള ബുക്കായിരിക്കും. അതൊക്കെ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ചെയ്യാം. റിപ്പീറ്റേഴ്സ് ഒക്കെ ഒരു വട്ടം പഠിച്ചോലൊക്കെ സിമ്പിളായിട്ട് കിട്ടും. പക്ഷെ നിങ്ങളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയും? ഇപ്പോൾ ഇന്നൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ആണ് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറിയും? ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ബുക്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ ഉപയോഗിച്ച ബുക്ക് MTech ആയിരുന്നു. ഓക്കെ, സോ ഡോണ്ട് ഡു ഫുൾ ടോപ്പിക് ബുക്സ്, ഡിഫിക്കൽട്ട് ടു സോർട്ട്. ഫുൾ ടോപ്പിക് ബുക്സ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട, നിങ്ങൾ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, വീഡിയോയിൽ തന്നെ ഡീലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ റെഡി. ഡേ 2 and 5 അതായത് ഡേ 1 റെഡിയാക്കി, പിന്നെ രണ്ടാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെ എന്ത് ചെയ്യണം? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 6ാമത്തെ ദിവസം നിങ്ങൾക്ക് ലീവ് ആയിരിക്കും, 7ാമത്തെ ദിവസം നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. അങ്ങനെയല്ല നിങ്ങളെ വീക്കിലി എക്സാം വരുന്നത്, വീക്കിലി ഷെഡ്യൂൾ വരുന്നത്. ഓക്കെ, ഡു റിമൈനിങ് ടോപ്പിക്സ് ഈച്ച് ഡേ. അതായത് 2 and 5 ഒക്കെ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ, റിവിഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഡെയിലി ടോപ്പിക്സ് ഇങ്ങനെ പഠിച്ചു പോവുക, വീക്കിലി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, ഇതാണ് ഒരു ബേസും ഇല്ലാത്തൊരു കുട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റിവിഷൻ ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകുന്നൊക്കെ ഡൗട്ട് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഡേ 6 എന്താ ചെയ്യുക? ഇഫ് ദർ ഈസ് ടൈം ഡു ഫുൾ ചാപ്റ്റർ. അതായത് ഫുൾ ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ടോപ്പിക്കിൻ്റെ എന്ത് ചെയ്യാം? ഒരു ഫുൾ ചാപ്റ്റർ ഷഫിൾ ചെയ്തത് ചെയ്യുക, അത് ചെയ്യാം നിങ്ങൾക്ക് ആ ഗ്യാപ്പിൽ. അല്ലാതെ നിങ്ങൾ ടോപ്പിക് വൈസ് ചെയ്താലും മതി. പിന്നെ ഫിസിക്സ് മാത്രം ചെയ്താൽ പോലോ, കെമിസ്ട്രിയും ബയോളജിയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ കെമിസ്ട്രിയും ബയോളജിക്കും വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഫിസിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡേ 7 നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ എക്സാം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമിൻ്റെ ദിവസം നിങ്ങൾക്ക് ഉച്ചക്കായിരിക്കും എക്സാമിൻ്റെ രാവിലത്തെ ദിവസം ബയോളജി റീഡ് ചെയ്യുക, കെമിസ്ട്രി തിയറി നിങ്ങൾ റീഡ് ചെയ്യുക, ഫിസിക്സ് ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഓടിച്ചുവിടുക, അത് മതി. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഹൗ ടു സ്റ്റഡി ഫിസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ക്ലാസ് നോട്ട് മസ്റ്റായിട്ട് വേണം. ക്ലാസ്സിൽ ടീച്ചേഴ്സ് എടുക്കുന്നത് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അത് എല്ലാ കാര്യവും അവർ പറയുന്ന എല്ലാ കാര്യവും എഴുതി വെക്കണം എന്നല്ല, എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ SC=UT+12AT², അത് ജസ്റ്റ് നിങ്ങൾ ബോക്സിലിട്ട് വെക്കുക. അപ്പോൾ എല്ലാ ഇക്വേഷൻസും ബോക്സിലിട്ട് വെക്കരുത്, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് മാത്രം ബോക്സിലിട്ട് വെക്കുക. അപ്പോൾ ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താ ടൈം നിങ്ങൾക്ക് അതും പ്രോബ്ലം യൂസേജിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഷോർട്ട് നോട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മാത്രം റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ ഡോണ്ട് ഗോ വിത്ത് PDF. അതായത് നമ്മൾ നോട്ട് ഉണ്ടല്ലോ, PDF നോട്ടിലേക്ക് പോകരുത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള നോട്ട് വേണം, അത് ഇമ്പോർട്ടൻറ്റ് മസ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. ഡു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. NCERT കമ്പൽസറി. അതായത് NCERT ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യണമല്ല നിർബന്ധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, NCERT ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് സജസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് ചെയ്യാതെ നീട്ടി കിട്ടും. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. അതായത് ചെയ്യണമല്ല നിർബന്ധമൊന്നുമില്ല. അത് വെറുതെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് പറയാം. ഇത് നമ്മൾ നോർമലി ഒരു പ്രീവിയസ് ഇയർ ബുക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഫുൾ കവേർഡ് ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് അത്ര റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, ഡോണ്ട് റൈറ്റ് നോട്ട്സ് വിത്തൗട്ട് പോസിങ് വീഡിയോ. അതായത് വീഡിയോ പോസ് ചെയ്യാതെ നോട്ട് ചെയ്തേത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്യാതെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചെയ്തില്ല, നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോകുമായിരിക്കും അല്ലേ, അങ്ങനെ എഴുതി പോകുമായിരിക്കും. അപ്പോൾ എന്താ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതി പോകും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പം നിങ്ങൾ ടീച്ചർ എഴുതുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഒരു നല്ലൊരു കോൺസെപ്റ്റ്, അത് മറന്നു പോകും. അപ്പോൾ പ്രോബ്ലം ചെയ്താൽ കിട്ടൂല. അതൊക്കെ എന്നെ ബാധിച്ച കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത സമയത്ത്. ഇതൊക്കെ റിപ്പീറ്റ് ലൈഫ് 90% ആകുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം.
എല്ലാ ക്ലാസ്സും 3x ഇട്ട് കണ്ടു. 3x. അപ്പൊ ആ 3x എന്തൊക്കെയാണ് മനസ്സിലാവുന്നത് അത് മാത്രം. അപ്പൊ നോട്ട് ചെയ്തില്ല, നോട്ട് ആൾറെഡി ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വിടും. അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യാം. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. അതിനുള്ള സമയം ഇപ്പം ഇല്ല. ഇപ്പൊ ഫിസിക്സിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതായത് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് അത് അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ഇക്വേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി കാണാതെ പഠിക്കണല്ലോ, അത് ചടപ്പാണ് അല്ലേ. ഈ ഇക്വേഷൻസ് കാണാതെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ, എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇക്വേഷൻസ് ഒക്കെ ബോക്സ് ഇട്ട് വെക്കണം. പ്രോബ്ലം ഇത് നിങ്ങളെ ബുക്കാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പ്രോബ്ലം ചെയ്യുക. ഇക്വേഷൻസ് എന്ത് ചെയ്യാം, നേരെ നിങ്ങൾ എഴുതിയ ഇക്വേഷൻസ് നോക്കിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു ടോപ്പിക് വൈസ് ബുക്കാണ് സെലക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ടോപ്പിക് വൈസ് ബുക്കാണെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ സെയിം പ്രോബ്ലം ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കും. അത് നിങ്ങൾ ഇങ്ങനെ ആ പ്രോബ്ലം യൂസ് ചെയ്ത് അത് മനസ്സിൽ നിൽക്കും. പിന്നെ 1 വർഷം 1.5 വർഷമായാലും ആ പ്രോബ്ലം നിങ്ങൾ മറക്കൂല. ജസ്റ്റ് എക്സാമിന് തലേദിവസം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുമല്ലോ. ഓക്കെ, ഇതൊക്കെ നിങ്ങളെ മെന്റേഴ്സ് ഒന്നും നീറ്റ് ക്രാക്ക് ചെയ്തവരാവില്ല. ഓക്കെ, അതായത് അവർക്കൊക്കെ ആരൊക്കെ പറഞ്ഞ് മനസ്സിലായവരാണ്. നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് ഞാൻ അത്രയും രീതിയിലാണ് പറയുന്നത് ഗൈസ്. ഞാൻ എന്താ വെച്ചാൽ എന്നൊക്കെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യങ്ങളാണ്. ഓക്കെ, റെഡി. പിന്നെ ഞാൻ പറഞ്ഞു ലുക്ക് യുവർ നോട്ട്സ് ആൻഡ് ഡു ക്വസ്റ്റ്യൻസ്. ഇഫ് യു ഹാവ് ഗുഡ് നോട്ട് ദാറ്റ് ഈസ് ലെക്ചർ നോട്ട് ദെൻ ഇക്വേഷൻ ബുക്ക് നോട്ട് മസ്റ്റ്. അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇക്വേഷൻ ബുക്കിന്റെ ആവശ്യമില്ല ശരിക്കും. ഇങ്ങനത്തെ ഒരു ബോക്സ് നിങ്ങൾ നല്ല നോട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ബോക്സിൽ ഇട്ട് വെച്ചിരിക്കണത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സിൽ തന്നെ പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ആ പ്രോബ്ലത്തിന്റെ ഏരിയ വരുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്യുക. സ്വന്തമായിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ ഡ്യൂറിംഗ് ദ ക്ലാസ് ക്വസ്റ്റ്യൻസ്. ഡു വിത്ത് ദാറ്റ് ട്രിക്ക്. ആ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളതാണ് കാര്യം, അതായത് ക്ലാസ് എടുക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഒരു വേറെ ബുക്കിൽ എഴുതിയ സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, അത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് 1000 ക്വസ്റ്റ്യനുള്ള ബുക്ക് ഉണ്ട്. പിന്നെ എന്തിനാ അത് വെറുതെ എഴുതി കളയേണ്ട ആവശ്യം. അത് ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. പിന്നെ എന്താ വെച്ചാൽ ഇതിനൊന്നും അവസാനം ഇതൊന്നും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ്സിനൊക്കെ മനസ്സിലാക്കുക, ഇതാക്കുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ അല്ലേ, നിങ്ങൾക്ക് എപ്പോൾ ഏത് കാലത്ത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ ഉണ്ടായി തരാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന കാര്യങ്ങൾ എക്സും വൈ എന്താ ഈ ക്വസ്റ്റ്യൻ വായിച്ചില്ല. ദ എക്സ് ആൻഡ് വൈ ആർ കോർഡിനേറ്റ് ഓഫ് എ പാർട്ടിക്കൽ അറ്റ് എനി ടൈം. എക്സ് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, വൈ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. എക്സ് ആൻഡ് വൈ ആർ ഇൻ മീറ്റേഴ്സ്. അപ്പൊ എക്സ് ആൻഡ് വൈ എന്താ ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഈ ടീന് സെക്കൻഡ് ആണ്. ആക്സലറേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയല്ലേ ആക്സലറേഷനിൽ എത്തണം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതണം, 5t മൈനസ് 2t സ്ക്വയർ എഴുതണം. പിന്നെ y ഈസ് ഈക്വൽ ടു 10t എഴുതണം. ഓക്കെ, റെഡി. ഒരു ബിഗിനർ ആണ് അല്ലെങ്കിൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തീരും. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ dx ബൈ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെലോസിറ്റി ആണ്, ഈക്വൽ ടു 5 മൈനസ് 4t അല്ലേ, റെഡി. പിന്നെ ഉള്ളത് ആക്സിലറേഷൻ ആണ് നമുക്ക് കിട്ടുക, d സ്ക്വയർ x ബൈ dt സ്ക്വയർ അല്ലെ. ആക്സിലറേഷൻ എന്താ -4 കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വൈൻ്റെ എന്താ വെലോസിറ്റി, ഇവിടെ വെലോസിറ്റി എത്ര വരിക, ഇവിടെ വെലോസിറ്റി ഈക്വൽ ടു 10 കിട്ടും, ആക്സിലറേഷൻ ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, അപ്പൊ ഈ ആക്സിലറേഷൻ വൈ ആക്സിസിലുള്ള ആക്സിലറേഷൻ 0, എക്സ് ആക്സിസിലുള്ള ആക്സിലറേഷൻ -4. പിന്നെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം എന്താ, റൂട്ട് ഓഫ് ആക്സിലറേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് ax സ്ക്വയർ പ്ലസ് ay സ്ക്വയർ ആണ് ഇത്. അപ്പൊ a സ്ക്വയർ എത്ര, 4 × 4 16 ആണ്, പ്ലസ് 0, ഏകദേശം ഉത്തരം 4 ആണ് കിട്ടുക. ഏകദേശം -4 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇത് ഇത്ര ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എഴുതണം. അല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ വേറെ കാര്യം പറയണം, നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യം പറയണം. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രോബ്ലം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എത്രയും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ then you have to move to other social media platform. Then you have to use YouTube platform rather than your
കോച്ചിങ്. ഓക്കെ, നിങ്ങൾ കോച്ചിങ്ങിനെ പുറമെ നിങ്ങൾ യൂട്യൂബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം. അതായത് വാച്ച് മലയാളം 100 ക്വസ്റ്റ്യൻ സീരീസ്. ഇങ്ങനെ അടിക്കുക 100 ക്വസ്റ്റ്യൻ സീരീസ് ഓഫ് ദി ചാപ്റ്റർ എന്ന് പറയുന്ന ഏത് ചാപ്റ്ററാണ് വേണ്ടത് അത് അടിക്കുക. അത് മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വൺ ഷോട്ട് ഉണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾ അവർ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോസ് ചെയ്യുക, എഴുതി നോക്കുക, അവർ ചെയ്യുന്നത് പോലെ ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 75% നിങ്ങൾ എന്താവും, ഓക്കെ ആകും. പിന്നെ ബുക്സ് യൂസ്ഡ് ബൈ മീ പറഞ്ഞതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് MTG ആണ്. പിന്നെ ഹൗ ടു റിവൈസ് ഫിസിക്സ് ലാസ്റ്റ് കാര്യമാണ് തോന്നുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാര്യമല്ല, ഇപ്പോൾ തീർക്കാം. ഹൗ ടു റിവൈസ് ഫിസിക്സ് ആണ്. അതായത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രോബ്ലം, മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ എന്നാൽ യൂഷ്വലി ഐ ഡിഡ് നോട്ട് ഗെറ്റ് ടൈം ടു റിവൈസ്. എനിക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, സത്യമാണ് പറയുന്നത്. വീക്കിലി ഞാൻ പറഞ്ഞതാണ് വീഡിയോ തന്നെ, വീക്കിലി എക്സാമിന് എനിക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. സോ ഐ യൂസ് ടു പ്രിപ്പയർ ഓൺലി ഫോർ വീക്കിലി എക്സാം. ഓക്കെ, സോ ഡ്യൂറിങ് മന്ത്ലി മോഡൽസ് ഐ റിവൈസ്. മന്ത്ലി മോഡൽ ഉണ്ടാവും, അപ്പം ആ ഒരു സമയത്താണ് ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീക്കിലി എക്സാം സെറ്റാക്കി പഠിക്കും, മന്ത്ലി മോഡലിനെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും, കാര്യങ്ങളൊന്നും മറക്കൂല. സോ പിന്നെ ലാസ്റ്റ് 2 മന്തിൽ പക്ക റിവിഷൻ അടിപൊളിയായിട്ടാണ് പഠിക്കുക നീറ്റിൻ്റെ ലാസ്റ്റ് 2 മന്ത്. അപ്പം എന്ന് വെച്ചാൽ ഒരു കാര്യം മറക്കൂല, അപ്പം സെറ്റാക്കിയിട്ട് നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൗ ടു ക്ലിയർ യുവർ ഡൗട്ട്, അത് മേജർ ഫാക്ടറാണ്. ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം. സോ ഫോർ ക്ലിയറിംഗ് യുവർ ഡൗട്ട് യു ക്യാൻ ജോയിൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ്. ദ ലിങ്ക്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസ്, തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ടെലഗ്രാമിലും ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, റെഡി, ഞാൻ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും. ഫിസിക്സ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് വിത്ത് പ്രോബ്ലം ഞാൻ തന്നിട്ട് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.